ഹായ് എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറിന്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ വിൽ കണ്ടിന്യൂ അവർ എന്താ പറയാ യാത്ര. എനിവേ, സോ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കാണുക, എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാം. ഇതൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരന് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അയാൾ പഠിച്ചോട്ടെ, അയാളും പാസ്സാവട്ടെ. സോ ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം: ജെയിൻ ഓസ്റ്റൻസ് നോവൽസ് were first published anonymously, credited on the title page only as being written by a lady. നല്ല ചോദ്യമാണ്. കുറച്ചും കൂടെ ഒരു 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 ക്ലാസ് മറ്റുള്ള ഒരു ബെറ്റർ ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇറങ്ങുന്നത് ഫസ്റ്റ് പബ്ലിഷ്ഡ് നോവലില് ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ബൈ എ ലേഡി എന്നുള്ള പേരിൽ. എന്തുകൊണ്ട് ബൈ എ ലേഡി? ഈ 1811 എന്നൊക്കെ പറയുമ്പോൾ ഏതാ കാലഘട്ടം നിങ്ങൾ ആലോചിക്കുക? റൊമാൻറ്റിക് പീരീഡാ. അന്ന് വിക്ടോറിയൻ പീരീഡ് പോലും വന്നിട്ടില്ല. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് അത് എഴുതപ്പെടുന്നത്. ഓക്കെ, അടുത്തത്: ഓസ്റ്റൻ is widely credited as an early master of the narrative technique that blends a character's private thoughts with third-person narration, known as what? Free indirect discourse. ഇത് റയർ ചോദ്യമാണ്, അത്രയൊന്നും വന്നിട്ടുള്ളതല്ല. Her subtle shifting between narratorial irony and a character's own perspective, especially എമ്മ, അത് ആ ഒരു ഡയറക്റ്റ് നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാരക്ടറിന്റെ ടെക്നിക്കിനെ പറയുന്നതാണ് ഫ്രീ ഇൻഡയറക്റ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ക്യാരക്ടറിന്റെ പ്രൈവറ്റ് തോട്ട്സ് വിത്ത് തേർഡ് പേഴ്സൺ നറേഷൻ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്, സെക്കൻഡ് പേഴ്സൺ നറേറ്റീവ്, തേർഡ് പേഴ്സൺ നറേറ്റീവ് എല്ലാം വരുന്നുണ്ട്. ഓസ്റ്റൻസ് നോവൽ ഫീച്ചറിംഗ് കാതറിൻ മോർലൻ, എ ഹീറോയിൻ whose imagination is shaped by and gently mocked through gothic fiction. ഏതാ കാതറിൻ മോർലാൻഡുള്ള ഗോത്തിക് ഫിക്ഷൻ? നോർത്തേഞ്ചർ അബേ. It satirizes the conventions of Gothic novel popular in Austen's days, especially Anne Radcliffe. Anne Radcliffe in the world നോവലുകളെ സറ്ററൈസ് ചെയ്തിട്ടാണ് നോർത്തേഞ്ചർ അബേ ഗോത്തിക് ഫിക്ഷനിൽ എഴുതുന്നത്. Which Austen novel was published posthumously in 1817, bound together with Persuasion after her death that same year? ഇത് വരുന്നതും നോർത്തേഞ്ചർ അബേയിൽ തന്നെയാണ്, 1817. ഓക്കെ, രണ്ടും പബ്ലിഷ് ടുഗദർ. In a letter to her sister Cassandra, Austen described the heroine of her novel Emma as one whom no one but myself will much like എന്നുള്ള പറയുന്നത്, അവളെ ഇഷ്ടമാവുന്ന തരത്തിലൊക്കെ. Dickens novel centered on the orphan Pip and his mysterious benefactor is. പിപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് ഏതിലാണ്? ഗ്രേറ്റ് എക്സ്പെക്ടേഷനിലാണ് ചാൾസ് ഡിക്കൻസ് പിപ്പിനെ കൊണ്ടുവരുന്നത്. ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ വരുന്നത് 1861 കാരണം ഈ പിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോകുന്നുണ്ട്, ചൈൽഡ് പോവർട്ടി ഉണ്ടാവുന്നുണ്ട്. ത്രൂ ഹിസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ ജെന്റിൽമാൻ ഫണ്ടഡ് ബൈ ആൻ അൺനോൺ patron. The novel that opens with the line, "It was the best of the times, it was the worst of times," ഏതിലാണ്? എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന നോവലിലാണ് 1859 ഇറങ്ങുന്നത്. എ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ പറയുന്ന രണ്ട് സിറ്റികൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലണ്ടനും പാരീസും ആണ്. ഓക്കെ, ഫ്രഞ്ച് റെവല്യൂഷന്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഇത് ഫുള്ള് നടക്കുന്നത്. ഓക്കെ, Dickens' novel satirizes the endless, self-perpetuating chancery court case of Jandice versus Jandice case. അപ്പൊ കോർട്ട് കേസ് പറയുന്നത് ജാൻഡൈസിന്റെ കേസ് നടക്കുന്നത് ഏത് നോവലിലാണ്? ബ്ലീക്ക് ഹൗസിലാണ്. ബ്ലീക്ക് ഹൗസ് സറ്റൈറൈസ് ചെയ്യാണ്. ഓക്കെ, ബ്ലീക്ക് ഹൗസ് പബ്ലിഷ് ചെയ്തത് 1853. ഇറ്റ് യൂസസ് ദ interminable lawsuit
as a central symbol of institutional corruption and delay. Most of Dickens' novels first reached readers in which format? ഇങ്ങനെയാ വന്നത്. Monthly or weekly serialized magazine installments. Okay. Dickens' novel left unfinished at his death in 1870 is ഏതാണ് അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന നോവൽ ഏതാ? The Mystery of Edwin Drood. Edwin Drood. Only 6 of a planned 12 installments of this were completed before he died. 6 ഇൻസ്റ്റാൾമെന്റ്സ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, അൺഫിനിഷ്ഡ് ആയിട്ട്. Hardy set most of his major novels in a fictionalized region of southwest England that he named Wessex. വെസെക്സ് നോവലുകൾ, തോമസ് ഹാർഡിയെ കുറിച്ചാണ് ചോദ്യം. വെസെക്സ് നോവലുകൾ വരുന്നത് ഇവിടെയാണ്. വെസെക്സ് നോവൽസിനെ കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. ചില ആൾക്കാർ ഇപ്പോൾ മാൽഗുഡി ഡേയ്സിൽ മാൽഗുഡി എന്ന് പറയുന്ന സ്ഥലം ആർ കെ നാരായണൻ കൊണ്ടുവരുന്ന പോലെ തന്നെ ചില ആൾക്കാർ ചില സ്ഥലങ്ങൾ കൊണ്ടുവയ്ക്കും. ഇപ്പൊ കൊണ്ടുവയ്ക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ കർണാടിന്റെ ഗിരീഷ് കർണാട്, ഇന്ത്യൻ റൈറ്റർ കർണാടിന്റെ നോവൽസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റൂറൽ സെറ്റിങ്സിലുള്ള മിത്തോളജിക്കൽ കഥകൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ, ഒരു ഫോർമാറ്റുകൾ ഉണ്ടായിരിക്കും. അത് ഈ ഏജിൽ വരുന്ന ഒരു പ്രത്യേക ഏജിൽ, ഇപ്പോൾ റൊമാൻറ്റിക് അല്ലെങ്കിൽ വിക്ടോറിയൻ അല്ലെങ്കിൽ എലിസബത്ത്, ഇങ്ങനത്തെ വരുന്ന ഏജിൽ വരുന്ന ഒരു മൊത്തം കഥയല്ല നമ്മൾ പറയുന്നത്. ആ ഒരു ഏജിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ല പറയുന്നത്, ഓരോ സിംഗിൾ പേഴ്സൺ എഴുതുമ്പോൾ അവർക്ക് ഇഷ്ടമാവുന്ന തരത്തിലുള്ളത്. റൈറ്റ്. ഇപ്പൊ ബഷീറിന്റെ കഥകൾ സെറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് അല്ലേ. എന്നാൽ മലയാളത്തിൽ ബാക്കി എഴുതി എല്ലാവരും കൂടെ അവിടെ ആണോ വരുന്നത്? അല്ല, ബഷീറിനെ പോലെ അല്ല എഴുതുന്നത്. അപ്പോൾ ഓരോ സിംഗിൾ പേഴ്സൺ ഓരോരോ ആൾക്കാർക്ക് അനുസരിച്ച് വരും. ഇൻ വിച്ച് ഹാർഡി നോവൽ is a heroine ultimately executed for the murder of Alec Uber? Alec G. Uberville. ഏതാ? ടെസ് ഓഫ് ദ ഊബർവിൽസ് ആണ് 1891 ഇറങ്ങുന്നത്. Ends with Tess' execution after she kills her seducer Alec. അലക്കിനെ കൊല്ലുന്നു. വൈ? ഈ എന്താ ചെയ്യുക? സെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ഉണ്ടാകുന്നത്. After the hostile critical reception of which novel did Hardy largely abandon fiction to concentrate on poetry? Jude the Obscure. Hardy's concept of an indifferent, often destructive cosmic force shaping human destiny is generally referred to as immanent will. It is Hardy's term for blind, unconscious force-giving events, most fully developed in his epic drama The Dynast. അപ്പൊ ഡൈനാസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമ എഴുതിയതാരാ? നമ്മുടെ ആള് തന്നെയാണ്, ഹാർഡിയാണ്. Hardy's vast epic drama in verse and prose about the Napoleonic Wars, which develops his philosophy of the immanent will, is titled The Dynast. Okay. It is his ambitious closet drama. ക്ലോസറ്റ് ഡ്രാമ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഡ്രാമകളെയാണ് ക്ലോസറ്റ് ഡ്രാമാസ് എന്ന് പറയുന്നത്. Yeats' poem, W.B. Yeats' poem, The Second Coming, contains the line, "Things fall apart, the center cannot hold," phrase later borrowed as the title of a famous novel by ചിനു അച്ചുബെ. അച്ചുബയുടെ നോവലിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഓക്കെ. Yeats' esoteric prose work outlining his system of historical cycles and personality types organized around Gaius is titled A Vision. അത് നല്ലൊരു ചോദ്യമാണ്. A Vision was published in 1925, revised in 1937. A vision represents the elaborate symbolic system underlying much of Yeats' later poetry. In 1920s, Yeats served as a senator in the newly established Parliament of the Irish Free State. ഐറിഷ് റവല്യൂഷനൊക്കെ വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയ കുറച്ച് റൈറ്റേഴ്സിൽ ഒരാളാണ് ഈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
ഈറ്റ്സ് വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ വിച്ച് ഇയർ? 1923 അദ്ദേഹത്തിന് കിട്ടുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന് എന്നാ കിട്ടുന്നത്? 1913. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ഇൻട്രൊഡക്ഷൻ എഴുതിയതാരാ? അതാരാ? അറിയുമെങ്കിൽ കമന്റ് ചെയ്തോ. Yeats' poem commemorating the 1916 Easter Rising with the recurring line, "A terrible beauty is born." So much quoted and questioned. കുറേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. "A terrible beauty is born." ഈസ്റ്റർ 1916 എന്ന് പറയുന്ന കവിതയിലാണ് ഇത് പറയുന്നത്. ഓക്കെ. It reflects on the uprising leaders and the transformation of ordinary lives into tragic symbols of national struggle. Shaw, G.B. Shaw. Shaw's play, reworking the Pygmalion myth, in which phonics professor Henry Higgins transforms flower seller എലിസ ഡൂലിറ്റിൽ. ഏതാണ് ആ പ്ലേന്റെ പേര്? പിഗ്മാലിയൻ എന്നുള്ളത് തന്നെയാണ്. 1913 പുറത്തിറങ്ങുന്നതാണ്. ലേറ്റർ became the basis for the musical മൈ ഫെയർ ലേഡി. അതാണ് ആ മ്യൂസിക്കൽ ഇതിന്റെ പേരായിട്ട് പിന്നീട് വരുന്നത്. അദ്ദേഹം എഴുതുന്നുണ്ട് അതിനെക്കുറിച്ച്. അതായത് പ്ലേ നടന്നതിന് ശേഷം, ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അതിന്റെ പേരാണ് ഈ മൈ ഫെയർ ലേഡി എന്ന് പറയുന്നത്. ഷോ was a founding and leading member of which British organization advocating gradual reformist socialism? The Fabian Society. ഫേബിയൻ സൊസൈറ്റി 1884 അദ്ദേഹം തുടങ്ങി വെക്കുന്നുണ്ട്. ഗാന്ധിജിയൊക്കെ അതിലൊരു ഒരു ഒരു അടുപ്പം കാണിക്കുന്ന ആളായിരുന്നു. ഷോസ് പ്ലേ satirizing romantic notions of war and military heroism is set during the Serbo-Bulgarian war is ആംസ് ആൻഡ് ദ മാൻ. ആംസ് ആൻഡ് മാൻ 1894 ഇറങ്ങുന്നത്. അതിലെ നല്ലൊരു ചോദ്യം, കുറെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കയ്യില് റിവോൾവർ പോച്ചില് ഐസ്ക്രീം ഇട്ടുകൊണ്ട് കിടക്കുന്ന ആളുടെ പേര്? സോൾജിയർ ഒരാളുണ്ട്, ഐസ്ക്രീം സെല്ലർ എന്നാണ് പറയുന്നത്. ഉള്ള പേര് ബ്ലൻഷിൽ നിന്നാണ്. ഷോസ് പ്രിഫേസസ് ടു ഹിസ് പബ്ലിഷ്ഡ് പ്ലേസ്, often longer than the plays themselves, are chiefly notable for their എന്തിനെയാണ് നോട്ടബിൾ ചെയ്യുന്നത്? എക്സ്റ്റെൻഡഡ് ഡിസ്കേഴ്സീവ് ആർഗ്യുമെന്റ് ഓൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അദ്ദേഹം കൂടുതലും പൊളിറ്റിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറയാൻ താല്പര്യപ്പെടുന്നവരുള്ള, കാരണം അത്രയും ഇന്റലക്ച്വൽ ആയിരുന്നു, അത്രയും പഠിച്ചിട്ടുള്ള സൊസൈറ്റിനെ മനസ്സിലാക്കിയ ഒരു റൈറ്ററുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കൂടുതലായിട്ടും എല്ലാ തരത്തിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പറയാൻ അദ്ദേഹം ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ വാറിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. ഷോ വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1925 ഫോർ വർക്ക് മാർക്ഡ് ബൈ ഐഡിയലിസം ആൻഡ് ഹ്യൂമാനിറ്റി. ഇത് രണ്ടിന്റെയും ബേസിലാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ജോയ്സ്, ജെയിൻ ജോയ്സ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് സെറ്റ് ഇൻ ഡബ്ലിൻ closing the novella The Dead is called, അല്ലെങ്കിൽ is titled Dubliners. ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ എന്താണ്? ജോയ്സിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷന്റെ പേര് ഡബ്ലിനേഴ്സ്. 1914 അത് ഇറങ്ങുന്നത്. എപ്പിഫാനിക് മൊമെന്റുകൾ ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയിരുന്നു. ജോയ്സ് നോവൽ യുലിസസ് structures its episodes as a loose modern parallel to which a classical epic? The Odyssey. യുലീസസ് സ്ട്രക്ചർ ചെയ്യുന്ന ഏതുമായിട്ട്? ക്ലാസിക്കൽ എപ്പിക്കലിന്റെ പാരലലുമായിട്ട് വെച്ചിട്ടാണ്. ദ ഒഡീസി. നമ്മളിപ്പോ ഒഡീസിയൊക്കെ സിനിമ വന്ന കാലഘട്ടമാണ് അല്ലെ? ക്രിസ്റ്റഫർ നോളന്റെ പടം വന്നതാണ്. ജോയ്സ് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ട്രേസിംഗ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റീഫൻ ഡെഡാലസ് ഈസ് ടൈറ്റിൽഡ് എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് എസ് എ യങ് മാൻ. 1916 അത് ഇറങ്ങുന്നത്. ഇതൊരു ബിൽഡൻസ്ട്രോമൻ നോവലാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ജോയ്സ് ഫസ്റ്റ് നോവൽ, ജോയ്സ് ഫൈനൽ നോവൽ, നോൺ ഫോർ ഇറ്റ്സ് ഡെൻസ് വേർഡ് പ്ലേ, ഡ്രീം ലോജിക് ആൻഡ് സൈക്ലിക്കൽ സ്ട്രക്ചർ ഈസ് ഫിന്നഗൻസ് വീക്ക്. 1939 ഇറങ്ങുന്നത് ഫിന്നഗൻസ് വീക്ക്. Ulysses was first published in complete book form 1922 in which city? Owing to obscenity concerns in Britain and United States. ഒബ്സീനിറ്റി ഉള്ളതുകൊണ്ട്, അഡൾട്ടറി ഉള്ളതുകൊണ്ട്
ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ബ്രിട്ടനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അല്ല, പാരീസിൽ വെച്ചിട്ട്, ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഇത് പുറത്തിറക്കുന്നത്. ഓക്കെ, എവിടെ? സിൽവിയ ബീച്ച് പാരിസ് ബുക്ക് ഷോപ്പ്, ഷേക്സ്പിയർ ആൻഡ് കമ്പനി പബ്ലിഷ്ഡ്, അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. The vast majority of Emily Dickins's nearly 1800 1800ഓളം poems were published posthumously after her death in 1886. അവരുടെ മരണശേഷമാണ് അവരുടെ 1800ഓളം പോയംസ് പുറത്തു കൊണ്ടുവരുന്നത്. Dickens' novel, Dickens' poem are frequently noted for their idiosyncratic dashes and their use of common, human or ballad meter. The meter of Protestant hymns. In the poem beginning, because I could not stop for death, death is personified as, അവരുടെ ഏറ്റവും നല്ല പ്രശസ്തമായ ഒരു പോയമാണ് എമിലി ഡിക്കൻസിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഡെത്ത് ഈസ് personified as courteous gentleman, caller or carriage driver. Death kindly stops for the speaker in the carriage, courteously escorting her towards eternity. വിളിച്ചുകൊണ്ട് പോവാ കാറില്, കുതിരാട്ടം അപ്പ് പറയുന്ന പോലെ ടാക്സിയും വിളിച്ചുകൊണ്ട് പോവാണ്. Dickinson spent nearly all her adult, increasingly reclusive life in which Massachusetts town. ആംഹെസ്റ്റിലാണ് അവര് അഡൾട്ട് ലൈഫ്, അവരുടെ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള ഒരു ലൈഫൊക്കെ കൊണ്ട് നടക്കുന്നത്. The first heavily edited published collection of Dickens' poems appeared in 1890, co-edited by Mabel Loomis Todd and ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് co-edit ചെയ്തിട്ട് 1890 പുറത്തിറക്കിയെന്നാണ് ചോദിക്കുന്നത്. തോമസ് എൻവർത്ത് ഹിഗിൻസൺ. ഓക്കെ, 1890 പുറത്തു വരുന്നത്. Mark Twain. Okay, Mark Twain is the pen name of സാമുവൽ ലാംഗോൺ ക്ലെമൻസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മാർക്ക് ട്വെയിൻ എന്നുള്ള പേരാണ്. മാർക്ക് ട്വെയിൻ്റെ ഒറിജിനൽ പേരെന്ത്? പെൻ നെയിം അല്ല, ഒറിജിനൽ പേര് സാമുവൽ ലാംഗോൺ ക്ലെമൻസ്. Twain adopted his riverboat term, meaning 2 fathoms deep, from his years as Mississippi steamboat pilot. Twain's novel narrated in a vernacular dialect by a boy who journeys down the Mississippi with the escaped enslaved man Jim is what? The Adventures of Huckleberry Finn. നല്ല രസമുള്ള ബുക്കാണ് ഹക്കിൾബറി ഫിന്നിൻ്റെ. ഓക്കെ, 1884-85 ഇത് എഴുതി പുറത്തിറങ്ങുന്നത്. The term The Gilded Age, describing the corruption and excess of post-Civil War America, comes from a satirical novel co-written by Twain and Charles W. Warner. ഓക്കെ, അതൊരു വലിയൊരു ചോദ്യമാണ്. പോസ്റ്റ് സിവിൽ വാർ അമേരിക്കയെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ദി ഗിൽഡഡ് ഏജ് എ ടെയിൽ ഓഫ് ടുഡേ 1873 ഇറങ്ങുന്നത്. അതാണ് വാർണറുമായിട്ട് കൂടിച്ചേർന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള, മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ള പുസ്തകം. Ernest Hemingway claimed that all modern American literature comes from one book by Twain, namely ഏതാ? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. അപ്പൊ നല്ലൊരു പ്രശസ്തിയാണ് അവിടെ കൊടുക്കുന്നത്. ഓൾ മോഡേൺ അമേരിക്കൻ ലിറ്ററേച്ചർ കംസ് ഫ്രം ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ, റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദിസ് ഓഫൺ സൈറ്റഡ് റിമാർക്ക് അപ്പിയേഴ്സ് ഇൻ ഹെമിംഗ്വേസ്. ഹെമിംഗ്വേ ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഗ്രീൻ ഹിൽസ് ഓഫ് ആഫ്രിക്ക 1935 ഇറങ്ങിയിട്ടുള്ളത്. Mark Twain's novel featuring a 19th century American mechanic transported back to Arthurian England is ഏതാ? ആ നോവലിന്റെ പേരെന്താ? അമേരിക്കൻ മെക്കാനിക്കിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. കണക്റ്റഡ് യാങ്കി ഇൻ കിങ് ആർതേഴ്സ് കോർട്ട് 1889 അത് ഇറങ്ങുന്നത്. അത്രയും പോപ്പുലർ ആയിട്ടുള്ളതല്ല, ചോദ്യം എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാമെന്ന് മാത്രം. Derrida's coined term for the way meaning is endlessly differed along chains of signifiers, never fully fixed or present is difference. ഡിഫറൻസും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ,
Derrida's critical method, which exposes and destabilizes the binary oppositions and unexamined assumptions structuring a text is known as deconstruction. എല്ലാത്തിനെയും പൊളിച്ച് കളയുക, ഡീകൺസ്ട്രക്ട് ചെയ്ത് കളയുക, അമ്പടം. Derrida's 1967 work critiquing the Western philosophical privileging of speech over writing, phonocentrism. Speech over writing, phonocentrism. Okay, speech, phono. Is titled Derrida 1967 വർക്കിന്റെ പേര് ഓഫ് ഗ്രാമറ്റോളജി. ഓഫ് ഗ്രാമറ്റോളജി. Lela Grammatology. Derrida's critique of Western philosophy's tendency to seek a fixed, guaranteeing center of meaning rooted in presence and speech is termed a critique of logocentrism. Logocentrism. Logocentrism names the assumption that meaning is anchored and stable. No, it is not. Derrida delivered his landmark essay Structure, Sign and Play in the Discourse of Human Sciences at 1966 conference held at Johns Hopkins University. Prose poem ending with the repeated line, "And miles to go before I sleep" is ഈ വരി വരുന്ന പോയം ഏത്? Stopping by woods on a snowy evening. Prose poem featuring the line, "Good fences make good neighbors," spoken by a neighbor whose view the speaker quietly questions is mending wall. നല്ല രസമുള്ള കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. മെൻഡിങ് വാൾ പറയുന്ന അത്രേ ഉള്ളൂ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, അല്ലെങ്കിൽ സ്ഥലത്തിന് വേണ്ടി അടിയുണ്ടാവും, അത് പിന്നെ വലിയ അടിയായിട്ട് മാറും. Prose poetry is mostly closely associated with the landscape, speech and character of rural New England. Prose famously wrote that poem begins in delight and ends in wisdom. അടിപൊളിയാണ്. The figure of a poem mix. അതൊരു എസ്സേയിലെ വരിക. A poem begins in delight and ends in wisdom. Okay. Frost read a poem at the 1961 inauguration of which US president. One of the earliest such readings at a presidential inauguration. John F. Kennedyയിലാണ്, അവരുടെ ഇനോഗ്രേഷനിലാണ് അദ്ദേഹം കവിത വായിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇന്നത്തെ കഥാപ്രസംഗം ഞാൻ നിർത്തുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതേ മോട്ടിവേഷൻ വെച്ച് പഠിക്കുക. നമ്മൾ ഇനിയും വീഡിയോ ഇടും. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഇനിയും വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടിയിൽ പ്ലേലിസ്റ്റ്, നമ്മൾ സാധാരണ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പ്ലേലിസ്റ്റ് കാണാറില്ലേ? അപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ താഴത്തേക്ക് ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ലേണിംഗ് ഇനിയും കൂട്ടിക്കൊണ്ടുപോകാം. സോ താല്പര്യം ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴത്തേക്കുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കാണാം. നമ്മൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. സോ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.